ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി ആശാൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ കലാമണ്ഡലം ഗോപി, ഒരുപക്ഷെ കഥകളി എന്ന് പറയുന്ന കലാരൂപത്തെ അഭ്രപാളിയിലൂടെ കണ്ട് വിസ്മയിച്ചത് വാനപ്രസ്ഥം എന്നൊരു സിനിമയിലൂടെയാണ്. മലയാളികൾ ഒരുപക്ഷെ ആ സിനിമയിൽ അങ്ങും ഉണ്ടായിരുന്നു, ഒരു പ്രധാന കഥാപാത്രമായി ഒക്കെ വളരെ ആഴത്തിലുള്ളൊരു ഗവേഷണം നടത്തി തയ്യാറാക്കിയ ഒരു ചിത്രം അത് ലോക ചലച്ചിത്ര വേദികളിൽ ഇടം പിടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ സുദീർഘമായി ഒരുപാട് നാളത്തെ ബന്ധം അങ്ങയുമായി ഉണ്ടായിരുന്നു ഷാജിൻ കരുണെന്നറിയാം. എങ്ങനെ സ്മരിക്കുന്നു അദ്ദേഹത്തെ? ഹലോ, കേൾക്കാമോ? കേൾക്കുന്നു. പറഞ്ഞോളൂ. ഞാൻ ഷാജിയുടെ നിര്യാണ വാർത്ത ഇപ്പോ മാതൃഭൂമി എന്റെ സുഹൃത്ത് വിശ്വകുമാർ പറഞ്ഞപ്പോഴാണ് അറിയണത് തന്നെ. എനിക്ക് മനസ്സിന് വല്ലാതെ സങ്കടം തോന്നി. സങ്കടം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യാത്തത്ര സങ്കടം തോന്നി. കാരണം ഒരു കഥകളി നടനായിട്ടുള്ള എന്നെ അദ്ദേഹം ലോകപ്രശസ്തനായിട്ടുള്ള സിനിമാ സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ കഴിവുകളെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. ആ മഹാനുഭാവന്റെ കൂടെ നിന്ന് എനിക്ക് വാനപ്രസ്ഥത്തിൽ ഒരു റോള് അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോ എന്തെന്നില്ലാത്ത ഒരു സാഹോദര്യ സ്നേഹം അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് അതിൽ നിന്ന് കിട്ടാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. അദ്ദേഹത്തിന് അല്ലെങ്കിൽ തന്നെ എന്നെ വലിയ ഇഷ്ടമാണ്. എന്നോട് അങ്ങേറ്റവും സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഈ വാനപ്രസ്ഥത്തിൽ കൂടി അദ്ദേഹത്തിന്റെ ആ സാമീപ്യം എന്തെന്നില്ലാത്ത ഒരു മഹാ അത്ഭുതമായ ഒരു സാമീപ്യത്തിന്റെ ആ അനുഭവം എനിക്ക് ഒരിക്കലും മറക്കാൻ വയ്യ. വളരെ സാത്വികനായിട്ട്, വളരെ ലളിതമായ രീതിയിലുള്ള സംസാരം, ഒന്നും അതായത് എങ്ങനെ വേണം എന്നുള്ളത് പറഞ്ഞു തന്ന് അതിനെ കാണിച്ച് അത് ഭരിച്ച് സന്തോഷമായി എന്ന ഛായയിൽ അദ്ദേഹം പറഞ്ഞു തരും. അതേമാതിരി തന്നെയാണ് അദ്ദേഹം ഓരോരോ സമയത്തും ഓരോന്ന് ചെയ്യേണ്ടത് എങ്ങനെ, അതായത് ഒരു നമ്പൂരി ഇല്ലത്ത് വെച്ചിട്ടാണ് അദ്ദേഹത്തിനോട് പെരുമാറേണ്ടത് എങ്ങനെ, അങ്ങനെയൊക്കെയുള്ള ആ സ്വഭാവത്തിനെ സംബന്ധിച്ചും വിസ്തരിച്ച് പറഞ്ഞു തരും. അപ്പോ എനിക്കാണെങ്കിലോ ഈ കഥകളിയിൽ പരിചയിച്ചിട്ട് സിനിമകളിൽ പരിചയിക്കാനുള്ള ഒരു പേടി, അതാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അത് അങ്ങേറ്റവും എന്നെ ധൈര്യം തന്നത് ഒന്ന് ഷാജീകരൻ അങ്ങേറ്റവും തന്നു, അതിന്റെ കൂടെ തന്നെ മോഹൻലാലും തന്നു. അപ്പോ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ചെറിയൊരു ധൈര്യമൊക്കെ വന്നിട്ട് ആണ് ഞാൻ പ്രവർത്തിച്ചത്. അപ്പൊ എന്തെന്ന് വിചാരിച്ചെങ്കിൽ ആ ഷാജീകരന്റെ വാനപ്രസ്ഥത്തില് ഈ അഭിനയിക്കുന്ന എന്നെ പോലെയുള്ള മട്ടന്നൂർ ശങ്കരൻകുട്ടി ഇവരൊക്കെ ഉണ്ട്. അപ്പൊ ഇവരോടെല്ലാം ആ സാമീപ്യം, അദ്ദേഹത്തിന്റെ സാമീപ്യം, ആ സമീപനം കൊണ്ട് നമുക്ക് ഒരു വിഷമവും മനസ്സിലുണ്ടെങ്കിൽ തന്നെ അതൊക്കെ നിശ്ചയം ഇല്ലാതാക്കി തീർക്കാൻ അദ്ദേഹത്തിന്റെ ആ പെരുമാറ്റം കൊണ്ട് നമുക്ക് സാധിക്കും. അങ്ങനെ പിന്നെ ഒട്ടും പറയാൻ എനിക്ക് കഴിവില്ലാത്തത് മറ്റൊന്നുമല്ല, സിനിമയിൽ അദ്ദേഹം കൈ വെച്ചിട്ടുണ്ട്, അതായത് സംവിധായകനായിട്ട് കൈ വെച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാൻ എനിക്കറിയില്ല. എങ്കിലും അദ്ദേഹത്തിനെ പോലെ ഇത്ര സ്നേഹസമ്പന്നനായ ഒരു മനുഷ്യൻ, എന്നൊന്നും പറഞ്ഞാൽ പോരാ, അങ്ങേറ്റം ഉച്ചകോടിയിലെത്തി നിൽക്കുന്ന ആ മഹാനുഭാവന്റെ വേർപാട് അങ്ങേറ്റം സങ്കടകരമാണ്. അദ്ദേഹത്തിന്റെ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബത്തോടൊപ്പം ഞാനും ദുഃഖിക്കുന്നു. ഇത് മാത്രം അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ കലാമണ്ഡലം ഗോപി. ഒരുപക്ഷെ അഭിനയ പ്രതിഭകളെ സമ്മാനിച്ച കഥകളിയിൽ നിന്നും ഏറ്റവും പ്രഗത്ഭരായ ഒരാളാണ് കലാമണ്ഡലം ഗോപി. വാനപ്രസ്ഥം എന്ന സിനിമയിൽ ഒരുമിച്ച് പ്രവർത്തിച്ച അനുഭവം, ഷാജിൻ കരുണുമായുള്ള അനുഭവമാണ് അദ്ദേഹം സ്മരിച്ചത്.